ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു പ്രൊമോ അപ്ഡേറ്റിലേക്ക് പോവാം. ഇപ്പോൾ ഏതൊരു ടാസ്കും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് മിക്ക ഫിസിക്കൽ ടാസ്കുകളുടെയും അവസ്ഥ. ഇന്നത്തെ ടാസ്കും അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. ഇവിടെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള എതിരാളികളുണ്ട്. പ്രൊമോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഷാനവാസിനെതിരെ അക്ബർ, ഷാരിയയ്ക്കെതിരെ ആദില, അതുപോലെ ഷൈത്തയ്ക്കെതിരെ അഭിലാഷ്, നമ്മുടെ ബിന്നിക്കെതിരെ ആര്യൻ. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ എതിരാളികളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിയാണ്, ഇവർ രണ്ട് ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത്. രണ്ട് ഗ്രൂപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കുമല്ലോ ടാർഗറ്റ് ചെയ്യുക. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, എന്തെങ്കിലും തരത്തിലൊക്കെ ഇവർ ഉടക്കിയിട്ടുള്ള വഴക്കുണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് ഇവർ എതിരാളികളായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നതാണോ, ഇവരായിട്ട് അതിനെ ചൂസ് ചെയ്തതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ലൈവിൽ അറിയാൻ പറ്റും. എന്തായാലും ഈ സീസണിലെ ഇത്രയേറെ ഫിസിക്കലായിട്ടുള്ള ആദ്യത്തെ ഒരു ഒരു ടാസ്ക് ആണെന്ന് തോന്നുന്നു. ഇത്രയും ഫിസിക്കലായിട്ട് വേറെ ടാസ്ക് വന്നോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ടാസ്ക് ആണ്. ബിഗ് ബോസിന് തന്നെ അത് നിർത്തിവെക്കേണ്ടി വന്നു. ഇത്രയും കായികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ടായിരിക്കും. എല്ലാവരും കൂടെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇടിച്ചങ്ങ് വീഴല്ലേ. അങ്ങനെ ബിഗ് ബോസിന് വരെ നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ്.